അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചായക്കടയിൽ കിട്ടുന്ന ഉള്ളിവട ഉണ്ടാക്കി വെക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള എല്ലാ മാവും എല്ലാ സാധനവും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം, സവാളയും കൂടി. അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള ആദ്യമായിട്ട് നമുക്ക് 4 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞത്, ഇഞ്ചി കുരുന്ന് അരിഞ്ഞത് ഒരു 1.5 ടീസ്പൂൺ ഇട്ടാ, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പില കുരുന്ന് കീറിയത് ഒരു 1.5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അണ്ടപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി തരുമാ. അപ്പോൾ നന്നായിട്ട് കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ട് നമുക്ക് കടലമാവും മൈദയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂണും കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂണും മൈദയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കാനുള്ള നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളിവട ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് എണ്ണയിലും വേണ്ടി ഉണ്ടാക്കാം, ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഓരോന്നോരോന്ന് ഉണ്ടാക്കാം. ചെറുതീയിൽ വെച്ചായിട്ടോ, ഇത് കരിഞ്ഞു പോകും. ഓരോന്നൊരു നമുക്ക് മറച്ചിട്ട് വെക്കാം കേട്ടോ. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 4 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിയാൻ വേണ്ടി നമ്മൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കോരിയെടുക്കാം. കോരി വച്ചേക്കാം. വച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കനം കുറച്ചിട്ട് ഇടണേ. അധികം കനത്തിലിട്ടുള്ള അധികം കനത്തിലിട്ടാൽ വേവൂല. ഇങ്ങനെ ഓരോന്ന് കയ്യിട്ട് കൊടുക്കാം. രണ്ടാമത് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി എടുക്കാം. 2-3 പ്രാവശ്യം തിരിച്ച് മറച്ചിട്ട് കൊടുത്താണ് കേട്ടോ. ഉള്ളിയോടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ വൈകിട്ടൊക്കെ നമ്മുടെ മക്കൾ ലാസ്റ്റ് ഇട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം. കുറച്ച് മൈദയും കുറച്ച് കടലമാവും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കനം കുറച്ചൊന്നും നന്നാക്കി ഉണ്ടാക്കണം. നന്നായിട്ട് മുരിഞ്ഞിട്ട് അതല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഉള്ളിവട വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.